ഈ വണ്ടിയും കൊണ്ടാണോ നീ പോകുന്നത്? അവളിവിടെ നിർത്തിയിട്ടതേ നിനക്ക് പോകാനാ? അമ്മ, അത് എന്റെ ബൈക്ക് ശ്രുതി കൊണ്ടുപോയിട്ട് കംപ്ലൈന്റ് ആക്കിയതല്ലേ. 2 മാസമായി ഏട്ടനെ വർക്ക്ഷോപ്പ് കൊണ്ടിടുക, പിന്നെ തിരിച്ചുകൊണ്ട് വരിക, പിന്നെയും വർക്ക്ഷോപ്പ് കൊണ്ടുപോകാ, തിരിച്ചുകൊണ്ട് വരിക. അത് മാത്രമേ ഉള്ളൂ. അതിപ്പോഴും വർക്കാവുന്നില്ല. എനിക്ക് ബസ്സിനൊന്നും പോകാൻ സമയമില്ല. ഇനി 3:30 കഴിയും ഇവിടുന്ന് ബസ് കിട്ടാൻ. അല്ല, നീ എന്താ ഒരു ദിവസം നിന്റെ പൊട്ട വണ്ടി കൊണ്ടിട്ട് മോള് പോയി എന്ന് പറഞ്ഞ് വലിയ കണക്ക് പറയുന്നത്? പിന്നെ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പോകണ്ട. ഏ കീ ഇങ്ങ് തന്നെ. അല്ലമ്മ, എനിക്ക് ചുറ്റി നീ പോകുമ്പോഴത്തേക്ക് ഇങ്ങ് തന്നെ, നീ അല്ലെങ്കിൽ പോകണ്ട. കീ ഇങ്ങ് എടുക്ക്. നല്ല കാര്യായി. എന്റെ മോളെ വണ്ടിയും കെട്ടാണ് നീ പോകാൻ നിൽക്കുന്നത്. ബാങ്കിലേക്ക് വൈകും. പോകണ്ട, വൈകട്ടെ, നിന്റെ അച്ഛൻ പോയിക്കോട്ടെ. മോളെ, ഇപ്പൊ ആദ്ര മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മയമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിച്ച് 4-5 ദിവസമായില്ലേ. ഇന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിരിക്കണു. എല്ലാം ഇവിടുന്ന് എന്റെ അടുത്ത് ഉണ്ടായിക്കൊണ്ടുപോകാൻ മറ്റപ്പോ വിളിച്ചതാ. അല്ല, ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ആര് കൊണ്ടുപോകും? നമ്മൾ കൊണ്ടുപോകും. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ പച്ചക്കറികൾ ഒന്നുമില്ല. ഞാൻ ഒരു ലിസ്റ്റ് തരാം. നീ സ്കൂട്ടർ എടുത്തിട്ട് പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വാ. അതിന് എന്റെ സ്കൂട്ടർ കംപ്ലൈന്റ് അല്ലമ്മേ. പിന്നെ ഞാൻ ഏതെടുത്തോണ്ട് പോകും? ശ്രുതി മോളുടെ സ്കൂട്ടർ എടുത്തിട്ട് പോ. അവളോട് വെച്ചിട്ട് പോയിട്ടുണ്ടല്ലോ. ശ്രുതിന്റെ ബൈക്കോ? ആ ശ്രുതിന്റെ ബൈക്ക് തന്നെ. നിനക്കത് ചെവി കേൾക്കുന്നില്ലേ? ഇവിടുന്ന് 1 കിലോമീറ്റർ അല്ലേ പോകാനുള്ളൂ. അവിടെ എല്ലാ പച്ചക്കറിയും കിട്ടുമല്ലോ. 7:30-8 മണിയാവുമ്പോഴേ ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ ശ്രുതിന്റെ സ്കൂട്ടർ കൊടുത്ത് എന്നെ കൂട്ടാൻ വന്നാൽ മതി. പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരാമല്ലോ. എന്നിട്ട് അയ്യോ, എനിക്ക് പറ്റില്ലമ്മേ. പറ്റില്ലാന്നോ? ചോറും കറി ഇവിടെ ഉണ്ടായിക്കൊണ്ടുപോകാനേ അവള് എന്നോടാ പറഞ്ഞിരിക്കുന്നത്. നീ എന്താ പറ്റില്ല പറയുന്നത്? അത് അമ്മയോട് കൊണ്ടുപോകാനല്ലേ പറഞ്ഞേ. അമ്മ കൊണ്ടുവയ്ക്കോ? എനിക്ക് പറ്റില്ലെന്നാ പറഞ്ഞേ. ഒന്നാമത് ശ്രുതിന്റെ ബൈക്ക് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് ആകും. പിന്നെ അവള് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞത് അമ്മ കേൾക്കേണ്ടി വരും. അതെന്തായാലും വേണ്ട. ഒരു അത്യാവശ്യ സമയത്താണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് വണ്ടിക്ക് എന്ത് പറ്റേ? ഇതിനൊക്കെ തന്നെയല്ലേ സ്കൂട്ടർ വാങ്ങി വെച്ചിരിക്കുന്ന അവിടെ. അപ്പൊ അമ്മയ്ക്ക് അറിയാല്ലേ അത്യാവശ്യ കാര്യത്തിനാണ് ഈ വണ്ടിയൊക്കെ എന്ന്. ഇതിനേക്കാളും വലിയ അത്യാവശ്യമായിരുന്നു അന്ന് എന്റെ വീട്ടിൽ. എന്റെ അച്ഛൻ അന്ന് കാത്തു നിൽക്കുക ബാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതും എന്റെ അനിയത്തിന്റെ കല്യാണ ആവശ്യത്തിന്. പിന്നെ അവളെ വീട്ടിൽ നിന്ന്, ചെക്കന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരാൻ നിൽക്കുക. ഞാൻ അവിടെ എത്തിയത് 5 മണിക്ക്. ചുറ്റി വളഞ്ഞ് അവിടെ ബസ് പിടിച്ചെത്തിയ ശേഷം അന്നേരം അമ്മ എന്നോട് എന്താ ചെയ്തത്? ബൈക്ക് കംപ്ലൈന്റ് ആകും, നീ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര അമ്മേനോട് റിക്വസ്റ്റ് ചെയ്തു. കീ വാങ്ങി വെച്ചില്ലേ. അതുകൊണ്ടേ ആ ബൈക്ക് ഉപയോഗിക്കാൻ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യ്, ഇതിപ്പോ അമ്മേനോടല്ലേ പറഞ്ഞു ചോറ് കൊണ്ടുപോകാൻ. അമ്മ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്ത്. എടി, ആ സ്കൂട്ടർ എടുത്ത് പോയിട്ട് വാങ്ങേണ്ട സാധനം വാങ്ങിട്ട് വാ. എന്താ അമ്മയ്ക്ക് ചെയ്തു കൊടുക്ക്. അമ്മ പറയുന്ന പോലെ ചെയ്തു കൊടുക്കാനേ ഇപ്പൊ തൽക്കാലം എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവിടെ എല്ലാവർക്കും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ അങ്ങ് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു കാര്യം വരുമ്പോ ഒരാളും സഹായത്തിനില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കിട്ടാത്ത സഹായം ഞാൻ അങ്ങോട്ടും ചെയ്യുന്നില്ല. അത് ഞാൻ തീരുമാനിച്ചതാണ്. ഇപ്പോഴെങ്കിലും ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി നോ പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എന്നോട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഹലോ,